എടാ കോഹ്ലി ചതിയാ. ഇത്രയും കാലവും പ്യൂമയുടെ സ്റ്റോറി കൂടെ നിന്റെ 180ന്റെ ഷൂവും വിറ്റിട്ട് അവസാനം കച്ചവടം ഒന്ന് പച്ച പിടിച്ചപ്പോ നീ അവരെ തേച്ചിട്ട് അജിരിട്ടാസിന്റെ കൂടെ പോയില്ലടാ. ഇങ്ങനൊക്കെയാണ് പാടുള്ള സോഷ്യൽ മീഡിയയിൽ പറയണേ. പക്ഷെ എന്തുകൊണ്ടാണ് കോഹ്ലി ആ ചതി ചെയ്തതെന്നറിയോ? 180 ഒരു പേരുണ്ടാക്കി കൊടുത്തതും പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ക്രിയേറ്റ് ചെയ്തതും പ്യൂമയാണ്. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, എല്ലാവരും 180നെ പ്യൂമയുടെ ഒരു സെക്കൻഡറി ബ്രാൻഡായിട്ട് കണ്ടുപിടും. 180നെ അടുത്ത സ്റ്റെപ്പിലേക്ക് വളർത്തണമെങ്കിൽ ഇനിയും പ്യൂമയുടെ നിഴലിൽ നിന്ന പണി വാളൂന്ന് കോഹ്ലിക്ക് മനസ്സിലായി. കാരണം കോഹ്ലിയുടെ 2 ബിസിനസ് നഷ്ടത്തിലായതിന്റെ മെയിൻ റീസൺ അതിലെ പാർട്ട്നേഴ്സ് ആണ്. അവന്മാർക്ക് പണി അറിയില്ല. ഇനി 180ന്റെ കേസിലെങ്കിലും അബദ്ധം പറ്റരുതെന്ന് പുള്ളിക്കുണ്ട്. അതുകൊണ്ടാണ് പ്യൂമേനെ തേച്ച് നൈക്കിയുടെ വരെ ഷൂ ഉണ്ടാക്കണ അജിലിട്ടാസിന് കൈ കൊടുത്തത്. കച്ചവടത്തിൽ ഇത് ചതിയല്ല, ഇതിന്റെ പേരാണ് സ്ട്രാറ്റജിക് റീ അലൈൻമെന്റ്. ഒരു കച്ചവടത്തിനെ 0ൽ നിന്ന് 1ലേക്ക് എത്തിച്ചവനായിരിക്കില്ല അതിനെ 1ൽ നിന്ന് 100ലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. കച്ചവടത്തിലേക്ക് ഇറങ്ങിയ പിന്നെ കച്ചവടമായിരിക്കണം ഏറ്റവും വലുത്. അത് വളർത്താൻ ആരുടെ കാല് പിടിക്കണോ പിടിക്കുക, ആർക്ക് കൈ കൊടുക്കണോ കൊടുക്കുക, അത്ര ഓർത്താ മതി. അപ്പോ അടുത്തൊരു കച്ചവടത്തിന്റെ റീലായിട്ട് നാളെ കാണാം.